അഞ്ചിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം 24-ന്റെ മാജിക് സ്ക്രീനിൽ. ഒരാൾ പത്രത്തിൽ കണ്ടതുമായി നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നു. ഡോക്ടർ കെ അരുൺകുമാർ. അരുൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സ്മിത പേര് മറന്നു കാണും. കുറച്ച് ദിവസമായാലും അമേരിക്ക പോയിട്ട് അവിടെ മതമോരെയൊക്കെ കണ്ടിട്ട് പാവ സ്മിതയുടെ പേര് മറന്നുപോയി. മഞ്ഞാലി സ്വദേശിനി. അപ്പോൾ അരുൺ, ഒരു കാര്യം നമുക്ക് നമ്മൾ പത്രത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ. നാളത്തെ നമ്മുടെ തെരഞ്ഞെടുപ്പ് സംപ്രേഷണത്തെക്കുറിച്ച് പല പ്രേക്ഷകരും ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴിയൊക്കെ ചോദിക്കുന്നു. നമ്മൾ ഞെട്ടിക്കുമോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ ഞെട്ടിക്കത്തൊന്നുമില്ല, നമ്മൾ വാർത്തകൾ മാത്രമേ പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മുടെ സജ്ജീകരണങ്ങൾ, നാളത്തെ പ്രത്യേക സംവിധാനങ്ങൾ എന്തൊക്കെയായിരിക്കും, എപ്പോഴായിരിക്കും നമ്മളത് ആരംഭിക്കുക? അതൊക്കെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞിട്ട് പത്രത്തിലേക്ക് കടന്നാൽ കുറച്ചുകൂടി സൗകര്യപ്രദമായി. പതിവ് പോലെ സാറ്റ് അഥവാ സ്പീഡ് ആക്യുറസി ടെക്നോളജി, ഇത് തന്നെയാണ് നാളെയും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന കൗണ്ടിംഗ് ഡേയിലെ സംപ്രേഷണത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതിവേഗത്തിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡാറ്റ നമുക്ക് കിട്ടും. ഒപ്പം തന്നെ ഈ 5 ഇടങ്ങളിലെയും കൗണ്ടിംഗ് സെൻറ്ററുകളിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ തത്സമയം തന്നെ പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിക്കും. നമ്മുടെ മാജിക് സ്ക്രീൻ വളരെ ടെക്നോളജിക്കലി മികവുള്ള ഗ്രാഫിക് വിസ്മയം തീർക്കുന്ന തരത്തിലുള്ള ഒരു പാറ്റേൺ ആണ് നാളെ ഒരുക്കാൻ പോകുന്നത്. അത്തരത്തിലുള്ള ടെംപ്ലേറ്റുകളെല്ലാം റെഡിയായി കഴിഞ്ഞു. പ്രേക്ഷകർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ 5 ഇടങ്ങളിലെയും വിവരങ്ങൾ, ഫലസൂചനകൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ എല്ലാ തവണയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് പോലെയുള്ള മനോഹരമായ ഒരു സ്ക്രീനായിരിക്കും നാളെ 24 പ്രേക്ഷകരിലേക്ക് കൊടുക്കുക. ഒപ്പം തന്നെ ആക്യുറസി ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ നേരെ ഇലക്ഷൻ കമ്മീഷൻ്റെ ട്രെൻഡ് വെബ്സൈറ്റുമായിട്ട് നമ്മുടെ സ്ക്രീനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ട്രെൻഡ് വെബ്സൈറ്റിൽ വരുന്ന ഏത് അപ്ഡേഷനും ആക്യുറസിയോട് കൂടി, വളരെ സ്പീഡോട് കൂടി, ടെക്നോളജിക്കലി പെർഫെക്റ്റ് ആയിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. മറ്റൊരു സസ്പെൻസ് കൂടി നമ്മുടെ ഗ്രാഫിക്സ് ടീം ഒരുക്കുന്നുണ്ട്. അത് നാളെ 1 മണിക്ക് ഒരുപക്ഷെ നമ്മൾ പ്രേക്ഷകരിലേക്ക് ആ സസ്പെൻസ് എത്തിക്കും. ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാങ്കേതിക തികവോടു കൂടിയുള്ളൊരു ഡിസ്പ്ലേ ആയിരിക്കും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. ഒരുപക്ഷെ മലയാളം ടെലിവിഷൻ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഇത്രയും വലിയ രീതിയിലുള്ള ഒരു ഗ്രാഫിക്കൽ വിസ്മയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നതും. അങ്ങനെ ഞെട്ടിക്കുകയില്ലെങ്കിലും വിസ്മയിപ്പിക്കാൻ കഴിയുന്ന ഗ്രാഫിക്സ് ആയിരിക്കും. വരാൻ പോകുന്ന മാജിക്കിനെ കുറിച്ചുള്ള ഒരു സൂചന എങ്ങനെ കൊടുക്കാൻ പറ്റുമോ? സാധാരണ രീതിയിൽ കഴിഞ്ഞ ഒരുപക്ഷെ വിദേശ ചാനലുകൾ, അതിൽ അൽ ജസീറ പോലുള്ള ചാനലുകൾ അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഉപയോഗിച്ച അതേ സാങ്കേതിക വിദ്യ തന്നെയാണ് നാളെയും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ഹെലികോപ്റ്റർ ഇറക്കിയിരുന്നു, നമ്മൾ സ്റ്റുഡിയോയിലൂടെ തീവണ്ടിയിൽ വിജയികളെ കൊണ്ടുപോയിരുന്നു. ഇതൊക്കെ പ്രേക്ഷകർ 2 കൈയും നീട്ടി സ്വീകരിച്ചതാണ്. നാളെ വരാൻ പോകുന്നത് അൽ ജസീറ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷന് സ്വീകരിച്ചതുപോലെയുള്ള ഒരു സാങ്കേതിക വിദ്യ തന്നെയാണ് നാളെ നമ്മൾ ഉപയോഗിക്കുന്നത്. അത്തരം ഒരു വിസ്മയമാണ് നമ്മുടെ വിസാട്ടി ടീം ഇപ്പോൾ ഓഗ്മെന്റഡ് റിയാലിറ്റി ടീം ഇപ്പോൾ ഗ്രാഫിക്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പത്രത്തിൽ കണ്ടത് വേഗത്തിൽ വായിച്ചറിയാം എന്ന് തോന്നുന്നു. വളരെ പെട്ടെന്ന് നമ്മൾ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലേക്ക് പോയാൽ മലയാള മനോരമയുടെ മുഖ പേജിൽ തന്നെ മറ്റൊരു പത്രത്തിലും ആദ്യ പേജിൽ പ്രസിദ്ധീകരിക്കാത്തൊരു വാർത്ത നൽകിയിട്ടുണ്ട്. അത് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ ബാദൽ ചൗധരി ത്രിപുരയിൽ അറസ്റ്റിലായിരിക്കുന്നു. അന്ന് അദ്ദേഹം ത്രിപുരയിലെ പൊതുമരാമത്ത് മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന കാലത്ത് 225 കോടി രൂപ സർക്കാരിന് നഷ്ടമുണ്ടാക്കി എന്ന കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറസ്റ്റിലാവുന്ന സമയത്ത് അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. ഇപ്പോൾ നിലവിൽ CPMന്റെ MLA കൂടിയാണ് ബാദൽ ചൗധരി. എന്നാൽ ബാദൽ ചൗധരിയുടെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതം എന്നാണ് ഇപ്പോൾ CPM പ്രതികരിച്ചിരിക്കുന്നത്. ഫ്ലൈ ഓവർ പദ്ധതിയെക്കുറിച്ച് പൊതുമരാമത്ത് വകുപ്പ് തൃപ്തികരമായ വിശദീകരണം നൽകിയതോടെ CAG റിപ്പോർട്ടിലെ പരാമർശം ഒഴിവാക്കിയിരുന്നു. എന്നാൽ CAGക്ക് പ്രശ്നമില്ലെങ്കിലും നടപടിയെടുക്കുമെന്നാണ് ഇപ്പോൾ ത്രിപുര ഭരിക്കുന്ന BJP സർക്കാരിന്റെ നിലപാടെന്നാണ് സീതാറാം യെച്ചൂരി ഈ കേസിനെ കുറിച്ച് പരാമർശിക്കുന്നത്. നേരത്തെ തന്നെ മുൻ ചീഫ് സെക്രട്ടറി യശ്പാൽ സിംഗിനെയും ചീഫ് എഞ്ചിനീയറെയും ത്രിപുര സർക്കാർ അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് വന്നിരിക്കുന്നത് അദ്ദേഹം 638 കോടി രൂപയുടെ ഒരു ഫ്ലൈ ഓവർ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ 225 കോടി രൂപ അധികമായി ചെലവാക്കി എന്നതാണ് ബാദൽ ചൗധരിക്ക് മേലുള്ള പ്രധാനപ്പെട്ട കുറ്റം. അതാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് നയിച്ചിരിക്കുന്നതും. മനോരമ പത്രം മാത്രമാണ് അതിൻ്റെ ഫ്രണ്ട് പേജിൽ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, അതിർത്തിയിൽ പാക് വെടിവെപ്പ്, സൈനികന് വീരമൃത്യു എന്ന തലക്കെട്ടിൽ ഇന്നലെ വീണ്ടും ജമ്മു കാശ്മീരിൻ്റെ അതിർത്തി വീണ്ടും കലുഷിതമായിരുന്നു. പാകിസ്ഥാനിൽ പഞ്ചാബിലേക്ക് 3 പാക് ഡ്രോണുകൾ അതിക്രമിച്ച് കടക്കുകയും ചെയ്തിരുന്നു. ഈ വാർത്തയാണ് രണ്ടാമതായി മനോരമ ഫ്രണ്ട് പേജിൽ കൊടുക്കുന്നത്. ഒപ്പം പൊട്ടിത്തകർന്ന് എന്ന ഒരു അടിക്കുറിപ്പോടുകൂടി അഫീൽ ജോൺസന്റെ മരണവാർത്തയെ അറിഞ്ഞ് അഫീൽ ജോൺസന്റെ മൃതദേഹം പൊതുദർശനത്തിന് പാലാ മുന്നിലവ് നവജ്യോതി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വയ്ക്കുന്ന സമയത്ത് സഹപാഠികളായ വിദ്യാർത്ഥികൾ കരയുന്ന ദൃശ്യം കൂടി മനോരമ പത്രം അതിൻ്റെ ഫ്രണ്ട് പേജിൽ ഇടത്തുവശത്ത് കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, കേന്ദ്ര ജീവനക്കാർ സ്വീകരിക്കാവുന്ന ഗിഫ്റ്റിൻ്റെ പരിധി
1500 രൂപയിൽ നിന്ന് 5000 രൂപയാക്കിയിട്ടുണ്ട് ക്ലാസ് 1 ഓഫീസേഴ്സിന്. അഥവാ AB കാറ്റഗറിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് 5000 രൂപ വരെ സമ്മാനം വാങ്ങുന്നതിന് മുൻകൂർ അനുമതി ആവശ്യമില്ല എന്നാണ് പത്രം കൊടുത്തിരിക്കുന്നത്. കേന്ദ്ര ജീവനക്കാരുടെ സമ്മാന തുക കൂട്ടി എന്ന വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കുന്നു. മറ്റൊന്ന്, KASന്റെ കരട് വിജ്ഞാപനം തയ്യാർ 1-ന് ഇറങ്ങിയേക്കുമെന്നാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വളരെ പ്രതീക്ഷയോടുകൂടി ചെറുപ്പക്കാർ കാത്തിരിക്കുന്ന കേന്ദ്ര സിവിൽ സർവീസിന്റെ മാതൃകയിലുള്ള സർവീസ് പരീക്ഷ, ആ KASന്റെ വിജ്ഞാപനം തയ്യാറായിട്ടുണ്ട്. PSC യോഗം ചർച്ച ചെയ്തു. അടുത്തയാഴ്ച ചേരുന്ന യോഗത്തിൽ അന്തിമ രൂപം നൽകിയ ശേഷം നവംബർ 1-ന് തന്നെ വിജ്ഞാപനം ഇറക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നേരത്തെ റിസർവേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് KASൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. മറ്റൊന്ന്, സിലിയുടെ മരണമറിയിച്ച് ജോളിയുടെ സന്ദേശം എന്ന് ഇന്നലെ വൈകുന്നേരം വന്നൊരു വാർത്തയാണ്. 11 മണിയോട് കൂടിയാണ് ആ വാർത്ത നമ്മുടെയും ഡെസ്കിലേക്ക് എത്തുന്നത്. ആ വാർത്ത മനോരമ പത്രം ഫ്രണ്ട് പേജിൽ തന്നെ ക്യാരി ചെയ്തിട്ടുണ്ട്. ഷാജുവിൻ്റെ ടെലിഫോണിലേക്ക് മൊബൈൽ ഫോണിലേക്ക് ജോളി ഒരു മെസ്സേജ് അയച്ചിരുന്നു സിലിയുടെ മരണശേഷം. അത് എവറിത്തിങ് ക്ലിയർ എന്നാണ് ആ മെസ്സേജ് കൊടുത്തിരുന്നത് എന്നാണ് ഇന്നലെ ജോളി പോലീസിന് അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകിയിരിക്കുന്നത്. അതിനെ തുടർന്ന് ഇന്ന് ഷാജുവിനെ വീണ്ടും ചോദ്യം ചെയ്യും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും ഷാജുവിന് കുരുക്കായിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ജോളി ഇന്നലെ രാത്രിയിൽ അന്വേഷണ സംഘത്തിന് നൽകിയ ചോദ്യം ചെയ്യലിൽ നൽകിയ ഈ നിർണായകമായ വിവരം. ഇത് ഒരു ടെലിഫോണിൽ കൊടുത്തിരിക്കുന്ന മെസ്സേജാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ടും റിട്രീവ് ചെയ്യുകയാണെങ്കിൽ ഷാജു പ്രതിരോധത്തിലാവും. മറ്റൊന്ന്, സമൂഹ മാധ്യമവുമായിട്ട് ബന്ധപ്പെട്ട ചില കേസുകൾ, ആധാർ ബന്ധിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ വിവിധ ഹൈക്കോടതികളിൽ കിടക്കുകയാണ്. ഈ കേസുകൾ ഇപ്പോൾ ഫേസ്ബുക്ക്, വാട്സപ്പ് ഹർജിയെ തുടർന്ന് സുപ്രീം കോടതിയിലേക്ക് മാറ്റാൻ പോകുന്നു. ജനുവരി 15-ന് മുൻപ് തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവുമാണെന്ന് അറിയുന്നത്. അതായത് സമൂഹ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകൾ നിയന്ത്രിക്കാൻ വേണ്ടി ആധാറുമായി അവ ബന്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ മദ്രാസ്, മധ്യപ്രദേശ്, ബോംബെ ഹൈക്കോടതികളിൽ കേസുകൾ കിടപ്പുണ്ട്. ഇത് വാട്സപ്പിനോടും ഫേസ്ബുക്കിനോടും സർക്കാർ ഈ കാര്യം ആരായുകയും ചെയ്തിരുന്നു. എൻക്രിപ്റ്റ് ചെയ്തു വരുന്ന ഈ മെസ്സേജുകൾ ഡീക്രിപ്റ്റ് ചെയ്യാനുള്ള സാങ്കേതികവിദ്യ എന്തുകൊണ്ട് ഇവർക്കില്ല എന്ന് സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത് മഴ റെഡ് അലേർട്ട് പിൻവലിച്ചിരിക്കുന്നു, ജാഗ്രത തുടരും എന്ന വാർത്തയും മനോരമ അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ മാത്രമാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉള്ളതെന്ന് മനോരമ പത്രം പറയുന്നു. മാതൃഭൂമി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലേക്ക് വരികയാണെങ്കിൽ മാതൃഭൂമി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി കൊടുത്തിരിക്കുന്നത് PF പെൻഷൻ വിഹിതം കേന്ദ്രം മുടക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രൊവിഡൻസ് ഫണ്ടിൻ്റെ പദ്ധതി അനുസരിച്ച് തൊഴിലാളിയും തൊഴിലുടമയും അടിസ്ഥാന ശമ്പളത്തിൻ്റെ 12% വിഹിതം അടയ്ക്കേണ്ടതുണ്ട്. ഇതിൽ തൊഴിലുടമയുടെ 12% വിഹിതത്തിൽ നിന്ന് 8.33% പെൻഷൻ ഫണ്ടിലേക്കും ബാക്കി PF ഫണ്ടിലേക്കുമാണ് പോകേണ്ടത്. PF ഫണ്ടിലേക്ക് പോകേണ്ട തൊഴിലുടമയുടെ 1.16% സർക്കാർ 2014 ശേഷം അടയ്ക്കാതിരിക്കുന്നത്. അങ്ങനെ മൊത്തം 9115 കോടി രൂപ മൊത്തം സർക്കാർ വിവിധ തൊഴിലാളികളുടെ പ്രൊവിഡന്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്രം അടയ്ക്കാതെ പോകുന്നു. PF പെൻഷൻ വിഹിതം കേന്ദ്രം മുടക്കി എന്ന തലക്കെട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി തന്നെയാണ് മാതൃഭൂമി പത്രം അതിന്റെ ഫ്രണ്ട് പേജിൽ ഈ വാർത്ത ക്യാരി ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, KT ജലീലുമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീലുമായി ബന്ധപ്പെട്ട മാർക്ക്ദാന വിവാദത്തിൽ തിരുത്താൻ സർക്കാർ തയ്യാറായിരിക്കുന്നുവെന്ന വാർത്തയും മാതൃഭൂമി പത്രം ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നു. KT ജലീലിനെ കുരുക്കിയ MG സർവകലാശാലയിലെ മാർക്ക്ദാനത്തിൽ സർക്കാർ പുനഃപരിശോധനയ്ക്ക് എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. മന്ത്രി ജലീലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉഷ ടൈറ്റസും മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തിരിക്കുന്നു. MG യൂണിവേഴ്സിറ്റിയിലെ ബിടെക്കിൽ ഒരു വിഷയത്തിൽ മോഡറേഷൻ നൽകിയതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായി ഉള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് നിലവിൽ ഇത് പുനഃപരിശോധിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമല്ല, താല്പര്യം സർക്കാർ അറിയിച്ചു. കാരണം സർവകലാശാല ഒരു ഓട്ടോണമസ് ബോഡിയാണ്. മറ്റൊന്ന്, എന്തിനാണ് ഇങ്ങനെയൊരു കോർപ്പറേഷൻ എന്ന് ഇന്നലെ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുത്ത ഒരു വാർത്തയുണ്ട്. അത് ഹൈക്കോടതി കൊച്ചി കോർപ്പറേഷന് വെള്ളക്കെട്ടുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു നിശിതമായ വിമർശനമായിരുന്നു. ആ വിമർശനം പത്രം ഫ്രണ്ട് പേജിൽ തന്നെ ക്യാരി ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു കോർപ്പറേഷൻ? മഴയിൽ മുങ്ങിയ കൊച്ചിയുടെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി കൊച്ചി നഗരസഭയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി എന്നാണ് പത്രങ്ങൾ പറയുന്നത്. അതിനോടൊപ്പം തന്നെ കൊച്ചി മേയർ സൗമിനി ജെയിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പത്രം കൊടുത്ത് ബാലൻസ് ചെയ്തിട്ടുണ്ട്. കോർപ്പറേഷൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, മഴവെള്ള നിവാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നാണ് സൗമിനി ജെയിൻ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി ഇന്നലെ നടന്നൊരു കൂടിക്കാഴ്ചയുടെ വാർത്തയും കൊടുക്കുന്നുണ്ട്. അത് അഭിജിത് ബാനർജി, നോബൽ സമ്മാന ജേതാവായ സാമ്പത്തിക
സാമ്പത്തിക വിദഗ്ധൻ അഭിജിത് ബാനർജി ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വസതിയിൽ സന്ദർശിച്ച വാർത്ത ചിത്രസഹിതം ഫ്രണ്ട് പേജിൽ തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നരേന്ദ്രമോദി ഒരു ആന്റി മോഡി എക്കണോമിക്സ് ആണ് അഭിജിത് ബാനർജിയുടേത് എന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിലടക്കം മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം വാർത്തകൾ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിയാണ് ആ വാർത്ത ഇന്നലെ വീണ്ടും പ്രധാനമായിട്ടും എത്തുന്നത്. ആ വാർത്തയിൽ പക്ഷേ ഒരു കാര്യം അഭിജിത് ബാനർജി കൃത്യമായി പറയുന്നു. ബാങ്കിംഗ് മേഖലയിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ഭയപ്പെടുത്തുന്നതാണ്. 50% സർക്കാർ ബാങ്കിലേക്ക് ഓഹരി നിക്ഷേപിക്കുകയാണെങ്കിൽ CVC അഥവാ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന അന്വേഷണങ്ങൾ ഒഴിവാക്കുകയും ബാങ്കിംഗ് മേഖലയിലെ ആശങ്കകൾ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള സുപ്രധാനമായ ഒരു കാര്യം ഇന്നലെ പ്രധാനമന്ത്രി അറിയിച്ചതായിട്ട് അഭിജിത് ബാനർജി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ തന്റെ നീക്കങ്ങൾ ആന്റി മോഡിയാണ് എന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങൾ കാണിക്കുന്ന അമിത താല്പര്യത്തെക്കുറിച്ചും അഭിജിത് ബാനർജി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മാനവ വിഭവശേഷി അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ റാങ്കിംഗ് താഴെ പോയതിനെക്കുറിച്ച് കൃത്യമായൊരു നിലപാട് ഇന്നലെ അഭിജിത് ബാനർജി പറഞ്ഞില്ല. കാരണം താൻ ആ സൂചിക തയ്യാറാക്കുന്നതിലില്ലായിരുന്നുവെന്നാണ് അഭിജിത് ബാനർജി പറയുകയും ചെയ്തത്. ദേശാഭിമാനിയിലേക്ക് വന്നാൽ ദേശാഭിമാനി പത്രത്തിൽ മാത്രം കണ്ട ഫ്രണ്ട് പേജിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത കാശ്മീർ തടവറയ്ക്ക് സമം എന്ന തെരിഗാമിയുടെ മാധ്യമങ്ങളെ കണ്ട വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മുഹമ്മദ് യൂസഫ് തെരിഗാമി 80 ദിവസമായി ഈ സ്ഥിതി അവിടെ തുയർന്നിട്ടും പ്രതിഷേധം എന്തുകൊണ്ടുണ്ടാവുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ഇന്നലെ മുഹമ്മദ് യൂസഫ് തെരിഗാമി CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കൊപ്പമാണ് മാധ്യമങ്ങളെ കാണുകയും ചെയ്തത്. മറ്റൊരു വാർത്ത ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ ക്യാരി ചെയ്തിരിക്കുന്നത് ഇന്നലെ കൊച്ചി കോർപ്പറേഷനെതിരെ ഹൈക്കോടതിയുടെ പിരിച്ചുവിട്ടുകൂടെ എന്ന പരാമർശമാണ്. മറ്റൊന്ന് കാത്തത് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഒരു രാത്രി മുഴുവൻ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ നടത്തിയ ശ്രമം ഫ്രണ്ട് പേജിൽ തന്നെ ദേശാഭിമാനി കൊടുക്കുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ദീപികയിലേക്ക് വന്നാൽ അതിൽ പ്രധാനപ്പെട്ട ഫ്രണ്ട് പേജിലെ വാർത്ത പാവങ്ങൾക്ക് പണം നേരിട്ട് എന്നുള്ളതാണ്. അഭിജിത്ത് ബാനർജി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വസതിയിൽ കണ്ട വാർത്ത തന്നെയാണ് പ്രധാനമായിട്ടും ഫ്രണ്ട് പേജിൽ ലീഡ് ചെയ്യുന്നത്. മാന്ദ്യം മറികടക്കാൻ അഭിജിത്ത് മാർഗം എന്നാണ്, അഭിജിത്ത് വേ എന്ന രീതിയിലാണ് ദീപിക ഈ വാർത്തയെ റിപ്പോർട്ട് ചെയ്യുന്നത്. കോർപ്പറേറ്റുകൾക്ക് നികുതി കുറിച്ചുകൊണ്ടുള്ള സാമ്പത്തിക പരിഷ്കാരം ഗുണം ചെയ്യില്ലെന്ന് നൊബേൽ സമ്മാന ജേതാവ് അഭിജിത്ത് ബാനർജി വ്യക്തമാക്കിയിരിക്കുന്നുവെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള ദീപികയുടെ റിപ്പോർട്ടർ പറയുന്നത്. BJPയുടെ കേന്ദ്രമന്ത്രിമാർ രൂക്ഷമായി വിമർശിച്ച നൊബേൽ സമ്മാന ജേതാവ് അഭിജിത്ത് ബാനർജിയെ പ്രശംസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ എത്തിയതും പത്രത്തിലെ റിപ്പോർട്ടിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൊച്ചിയിലെ വെള്ളക്കെട്ട് കോർപ്പറേഷനെതിരെ ഹൈക്കോടതി വന്ന വാർത്ത തന്നെയാണ് ദീപിക രണ്ടാമതായി ക്യാരി ചെയ്യുന്നത്. ഇതുപോലൊരു അഴിമതി കേസ് മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് സിംഗിൾ ബെഞ്ചിന്റെ വാക്കാലുള്ള വിമർശനം പാലാരിവട്ടം കേസിലും ഹൈക്കോടതിയെ ഉദ്ധരിച്ചുകൊണ്ട് പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് നിയമസഭ പാസാക്കിയ നിയമങ്ങൾ ഉദ്യോഗസ്ഥർ കശാപ്പ് ചെയ്യുന്നു എന്നൊരു വാർത്ത ഒരു കോളം വാർത്തയായിട്ട് ദീപിക വരുന്നുണ്ട്. നിയമസഭ പാസാക്കിയ നിയമങ്ങൾ തങ്ങളുടെ ഗൂഢ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥർ കശാപ്പ് ചെയ്യുന്നു. നിയമനിർമ്മാണ സഭകളിൽ ചർച്ചകൾക്കും ആലോചനകൾക്കും വിദഗ്ധ പഠനങ്ങൾക്കും ശേഷം നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലൂടെ സർക്കാരിലെ ചില ഉദ്യോഗസ്ഥർ ഈ നിയമങ്ങളെ ദുർബലപ്പെടുത്തുന്നുവെന്നാണ് ദീപിക പത്രം അതിന്റെ ഫ്രണ്ട് പേജിലുള്ള ഒരു കോളം വാർത്തയെ നൽകുന്നത്. മംഗളത്തിലേക്ക് വന്നാൽ മംഗളത്തിന്റെ ഫ്രണ്ട് പേജിൽ കോർപ്പറേഷനെ പൊളിച്ചെടുക്കി ഹൈക്കോടതി എന്നാണ് പ്രധാനമായിട്ടും ഹെഡ്ലൈൻ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് അഭീൽ ജോൺസന്റെ മരണ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സഹപാഠികളുടെ വിതുമ്പൽ ചിത്രം മംഗളവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതേസമയം ഒരു സന്തോഷ ചിത്രമുള്ളത് നേട്ടത്തിന്റെ നെറുകയിൽ എന്ന് ഇന്നലെ കാനഡയിൽ വിജയിച്ച ജസ്റ്റിൻ ട്രൂഡോ വീണ്ടും കനേഡിയൻ പ്രധാനമന്ത്രിയാകുന്ന സാഹചര്യത്തിൽ വിജയാഹ്ലാദത്തിൽ ഭാര്യ സോഫിയ ഗ്രിഗറിയെ ചുംബിക്കുന്ന കനേഡിയൻ നിയുക്ത പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ദൃശ്യം കൂടി ഫ്രണ്ട് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഇത് ഇടവേള വീണ്ടും വരും പെരുമഴ എന്നാണ്. മഴ കുറഞ്ഞതോടെ അതീവ ജാഗ്രതാ നിർദ്ദേശം പിൻവലിച്ചെങ്കിലും ന്യൂനമർദ്ദത്തിന്റെ ഒരു സാന്നിധ്യം വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് മംഗളം. ഒപ്പം അബ്ദുള്ളക്കുട്ടി BJP സംസ്ഥാന ഉപാധ്യക്ഷനായ വാർത്ത കൂടി മംഗളം അതിന്റെ ഫ്രണ്ട് പേജിൽ ക്യാരി ചെയ്യുന്നുണ്ട്. ഇനി ഇംഗ്ലീഷ് പത്രങ്ങളിലേക്ക് വന്നാൽ ഹിന്ദു പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വിവിധ വാർത്തകൾ, ഏകദേശം ഒരു 8ഓളം പ്രധാനപ്പെട്ട വാർത്തകളാണ് ഏകദേശം സമാനമായ കോളങ്ങൾ നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത P. ചിദംബരത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു സുപ്രീം കോടതി. ഫ്ലൈറ്റ് റിസ്ക് ഉണ്ട്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ സാമ്പത്തിക കുറ്റകൃത്യം നടത്തിയ P. ചിദംബരത്തെ പുറത്തുവിടുന്നതിൽ അഥവാ ജാമ്യം അനുവദിക്കുന്നതിൽ എന്ന് സോളിസിറ്റർ ജനറൽ വാദിച്ചുവെങ്കിലും ഇന്നലെ സുപ്രീം കോടതി അത് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഫ്ലൈറ്റ് റിസ്ക് എന്ന
ആ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ ഈ കാര്യത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതിയിൽ ഇന്നലെ ഈ വാദം കേട്ട ജസ്റ്റിസ് ഭാനുമതി പറഞ്ഞത്. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മറ്റൊരു അറസ്റ്റിൽ ഇദ്ദേഹം പെട്ടിരിക്കുന്നതിനാൽ അദ്ദേഹത്തിന് പുറത്തു വരാൻ ഇപ്പോൾ കഴിയുകയുമില്ല എന്ന് പത്രം പറയുന്നു. സുപ്രീം കോടതി ഗ്രാൻസ് ബെയിൽ ടു ചിദംബരം എന്നാണ് പത്രം അതിന് തലക്കെട്ട് കൊടുത്തിരിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, കോർട്ട് ടു ലുക്ക് ഇൻ ടു ഗവൺമെന്റ് പ്ലെയർ ഫോർ ആക്സസ് ടു വാട്സ്ആപ്പ് ചാറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ സാമൂഹിക മാധ്യമങ്ങളെ ആധാർ അക്കൗണ്ട് ഉള്ളവരെ അവരുടെ ആധാറുമായി ബന്ധിപ്പിക്കുന്ന വാർത്ത, ആ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നു എന്നുള്ള വാർത്തയും ഇപ്പോൾ ഫ്രണ്ട് പേജിൽ തന്നെ ഹിന്ദു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, കനേഡയിലെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ റിറ്റെയിൻസ് പവർ ബട്ട് ലൂസസ് മെജോറിറ്റി എന്നുള്ളതാണ്. മൊത്തം 338 സീറ്റുകളിൽ 157 സീറ്റുകളുമായിട്ടാണ് ജസ്റ്റിൻ ട്രൂഡോ ഇപ്പോൾ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത്. അദ്ദേഹത്തിന് ജഗ്മീത് സിംഗിന്റെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റ് രൂപീകരിക്കാൻ സാധിക്കത്തുള്ളൂ. മറ്റൊന്ന്, പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിവിധ ടെലികോം കമ്പനികൾക്ക് 2G സ്പെക്ട്രത്തിന്റെ ഭാഗമായി നൽകാനുണ്ടായിരുന്ന കുടിശ്ശിക തുക അടച്ചു തീർക്കുന്നതിന് ഒരു മൊറട്ടോറിയം സർക്കാർ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ സമയം സർക്കാർ അനുവദിക്കുന്നു എന്ന വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ടെലികോസ് ലൈക്ലി ടു ഗെറ്റ് മോർ ടൈം ടു പേ 42,000 crore ഇൻ സ്പെക്ട്രം ഡ്യൂസ് എന്ന തലക്കെട്ടിലാണ് അത് കൊടുക്കുന്നത്. നിലവിൽ ഇത് ഒരു ക്യാഷിന്റെ ഇൻഫ്ലോ ഒരു 42,000 കോടി രൂപ ഇപ്പോൾ വിവിധ കമ്പനികൾ അടയ്ക്കാനുണ്ട്. 2 വർഷത്തേക്കാണ് ഒരു മൊറട്ടോറിയം ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഈ വാർത്തകളാണ് ഫ്രണ്ട് പേജിൽ ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി എഡിറ്റോറിയൽ പേജിലേക്ക് വന്നാൽ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പേജ് റിക്കോർഡിംഗ് ക്രൈംസ്. ഇന്നലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഇന്ത്യയിലെ ഈ കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ പുറത്തു വന്നിരുന്നു. അതിൽ ഡെസ്പൈറ്റ് ഡിലേസ് ആൻഡ് ഡ്രോബാക്സ് ദ NCRB റിപ്പോർട്ട് 2017 ഓഫേഴ്സ് എ യൂസ്ഫുൾ സ്നാപ്ഷോട്ട് ഓഫ് ക്രൈം. വിവിധ ക്രൈമുകൾ ഏതൊക്കെ ഘട്ടങ്ങളിൽ ഉണ്ടാവുന്നു, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഈ ക്രൈമുകൾ കൂടുതലുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ വിശാലമായിട്ട് ഇത്തവണ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ 1-2 കാര്യങ്ങൾ ഈ ആന്റി നാഷണൽ ഇലമെന്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ കൂടുന്നുണ്ട് എന്നുള്ളതാണ്. സർക്കാരിനെതിരെയുള്ള കേസുകൾ കൂടുന്നു എന്ന വാർത്ത പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ടോട്ടൽ നമ്പർ ഓഫ് ക്രൈംസ് കമ്മിറ്റഡ് അഗെയിൻസ്റ്റ് വിമൻ കൺട്രിവൈഡ് ഇൻക്രീസ് 6%. 2016 ബാധിച്ച് 6% സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് പത്രം എഡിറ്റോറിയലിൽ പറയുന്നു. ഒപ്പം തന്നെ NCRB കണക്കനുസരിച്ച് SC STകൾക്കെതിരായിട്ടുള്ള ക്രൈമുകൾ 16% വർദ്ധിക്കുന്നതായിട്ട് പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മധ്യപ്രദേശ്, ഡൽഹി, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ക്രൈം റേറ്റ് കൂടുതലാണ്. അതേപോലെ ബംഗ്ലാദേശാണ് ഏറ്റവും കൂടുതൽ. ബംഗ്ലാദേശിൽ നിന്നുള്ള പൗരന്മാരാണ് നുഴഞ്ഞുകയറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ അനധികൃതമായ കുടിയേറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ജയിലിൽ ഏറ്റവും കൂടുതൽ കഴിയുന്നതെന്നും നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, സ്പോർട്സ് പേജിലേക്ക് വന്നാൽ ഹിന്ദു പത്രത്തിൽ ഇന്ത്യ സ്വീപ്സ് സൗത്ത് ആഫ്രിക്ക ഓഫ് ദ ഫീൽഡ് ഇൻ ഡബിൾ ക്വിക്ക് ടൈം എന്നുള്ളതാണ്. 2 ഓവർ മാത്രം എറിഞ്ഞുകൊണ്ടാണ് ഇന്നലെ റാഞ്ചിയിൽ ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ പരാജയപ്പെടുത്തി വീണ്ടും ടെസ്റ്റ് റാങ്കിങ്ങിൽ വളരെ വലിയ മുന്നേറ്റം നടത്തിയത്. ആ വാർത്താ പത്രം ഇന്ത്യ സ്വീപ്സ് സൗത്ത് ആഫ്രിക്ക എന്ന തലക്കെട്ടിലാണ് കൊടുക്കുന്നത്. ചാമ്പ്യൻസ് എന്ന വിജയത്തിന്റെ ബാനറുമായിട്ട് മുൻപിൽ നിൽക്കുന്ന ദൃശ്യം കൂടി പത്രം ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം വിരാട് കോഹ്ലിയുടെ പെർഫോമൻസ് അടക്കമുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സും ഹിന്ദു പത്രം അതിന്റെ സ്പോർട്സ് പേജിൽ നൽകുകയും ചെയ്യുന്നു. ഇന്ത്യൻ എക്സ്പ്രസിലേക്ക് വന്നാൽ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വാർത്തയാണ്. ഇൻഫോസിസിൽ ചില അക്കൗണ്ട് തിരിമറികൾ നടന്നിരിക്കുന്നു. അഥവാ ഇൻഫോസിസിലെ വരുമാനം, ഹ്രസ്വകാല ലാഭത്തിനു വേണ്ടിയിട്ട് ചില നിർണായകമായ വിവരങ്ങൾ ഇൻഫോസിസ് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചു എന്ന് ഇൻഫോസിസിനുള്ളിലുള്ള ചില ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇപ്പോൾ ഇൻഫോസിസ് വീണ്ടും ഒരു ക്രൈസിസിലേക്ക് പോകുന്നുണ്ട്. US-ലുള്ള ഇൻവെസ്റ്റേഴ്സിന് നഷ്ടം സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കേസ് ഇപ്പോൾ ഇൻഫോസിസിനെതിരായിട്ട് അമേരിക്കയിൽ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ആ വാർത്തയാണ് ഇന്ത്യൻ എക്സ്പ്രസ് ക്യാരി ചെയ്യുന്നത്. ഇന്നലെയും ഇന്ത്യൻ എക്സ്പ്രസ് തന്നെയാണ് ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി ഫ്രണ്ട് പേജിൽ പ്രസിദ്ധീകരിച്ചത്. ന്യൂയോർക്കിൽ ആസ്ഥാനമായിട്ടുള്ള റോസൽ ലോ ഫേം എന്ന കമ്പനിയാണ് ഇപ്പോൾ ഇൻഫോസിസിനെതിരെ അമേരിക്കയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ കമ്പനികൾക്ക് സംഭവിച്ചിരിക്കുന്ന നഷ്ടമാണ് പ്രധാനമായിട്ടും കേസിൽ കൊടുക്കുന്നത്. എന്നാൽ നന്ദൻ നിലേഖനി എന്ന ഇൻഫോസിസിന്റെ ചെയർമാൻ ഇപ്പോൾ ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് എന്ന പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അഭിജിത്തും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച തന്നെയാണ്. മറ്റൊന്ന്, വൈ നോട്ട് ഡിസോൾവ് കൊച്ചി കോർപ്പറേഷൻ എന്നുള്ളത്, അഥവാ ഹൈക്കോടതിയുടെ ആ വിമർശനം, കൊച്ചി കോർപ്പറേഷനെതിരായിട്ടുള്ള വിമർശനം ഫ്രണ്ട് പേജിൽ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് ക്യാരി ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഒരു പത്രത്തിലും കാണാതെ പോയത്, US-ഉം ഫ്രാൻസും ഇന്നലെ പാകിസ്ഥാനെതിരെ ശക്തമായ ഒരു നിലപാടിലേക്ക് വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ തീവ്രവാദത്തിന് അനുകൂലമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ പാരീസ് ബേസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പാകിസ്ഥാനെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ അമേരിക്കയും
ഇത്തരത്തിലൊരു കടുത്ത നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്ന വാർത്ത ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് വന്നാൽ ടൈംസ് ഓഫ് ഇന്ത്യയിലെ ആദ്യ പേജിൽ സുപ്രീം കോർട്ടിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട BCCയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഫ്രണ്ട് പേജിൽ ക്യാരി ചെയ്യുന്നത്. ആ വാർത്ത കഴിഞ്ഞ 6 വർഷമായി സുപ്രീം കോടതിയുടെ മേൽനോട്ടം ഉണ്ടായിരുന്നു BCCIക്ക്. ആ മേൽനോട്ടം അവസാനിക്കാൻ പോകുന്നു. സുപ്രീം കോടതി BCCയെ സ്വതന്ത്രമാക്കാൻ പോകുന്നു. മാച്ച് ഫിക്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് IPLുമായി ബന്ധപ്പെട്ടാണ് 2013 ഇത്തരത്തിൽ സുപ്രീം കോടതി ഒരു നിയന്ത്രണം കൊണ്ടുവന്നത്. ആ നിയന്ത്രണം ഇപ്പോൾ BCCIക്ക് പിൻവലിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, അഭിജിത് ബാനർജി അദ്ദേഹത്തിന്റെ അമ്മ നിർമ്മലയുമായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. മർഡർ റേറ്റ് 1963 താഴ്ന്നിരിക്കുന്നു ഇന്ത്യയിൽ എന്നാണ് NCRB അഥവാ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുദ്ധരിച്ചുകൊണ്ട് പത്രം ഫ്രണ്ട് പേജിൽ. നമുക്കിനി ഒരു പെട്ടെന്നൊരു ഫോൺ മെസ്സേജ് കൊടുക്കേണ്ടതുണ്ട്. ഡോക്ടർ അരുൺ, വളരെ സന്തോഷം ഈ തത്സമയ പരിപാടി. ഇത്രയൊക്കെ ആയിരിക്കും ഇന്ന് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ അല്ലെ പത്രത്തിൽ നിന്നുള്ളത്? അതെ, ഇനി ഒട്ടനവധി എഡിറ്റോറിയലുകളുണ്ട്, പക്ഷേ സമയത്തിന്റെ ഒരു പരിമിതി കൂടിയുണ്ട്.